വടകരയിലെ സ്ഥാനാർത്ഥി പ്രചാരണത്തിനിടെ കാഫിർ പ്രയോഗം വലിയ രീതിയിലുള്ള വിവാദമുണ്ടാക്കിയിരുന്നു. എന്തായാലും ആ വിവാദം ഇനിയിപ്പോൾ കോടതി കയറാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകളാണ്. തന്റെ പേരിൽ വ്യാജ വാട്സ്ആപ്പ് സന്ദേശം പ്രചരിപ്പിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി വടകര തിരുവള്ളൂരിലെ യൂത്ത് ലീഗ് പ്രവർത്തകൻ PK മുഹമ്മദ് കാസിം. കാഫിർ പരാമർശമുള്ള വാട്സ്ആപ്പ് സന്ദേശം CPM ഇപ്പോഴും വ്യാപകമായി പ്രചരിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് കോടതിയിൽ സ്വകാര്യ ന്യായം ഫയൽ ചെയ്യുന്നതെന്ന് മുഹമ്മദ് കാസിം മീഡിയ വണ്ണിനോട് പറഞ്ഞു. വടകര പോലീസിന് സന്ദേശം താൻ അയച്ചതല്ല എന്ന് വ്യക്തമായെങ്കിലും യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ തയ്യാറാകുന്നില്ല എന്നാണ് കാസിമിന്റെ പരാതി. വടകര ലോക്സഭ തെരഞ്ഞെടുപ്പിന് ശേഷവും ഏറ്റവും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഒരു കാഫിർ പ്രയോഗം നടത്തിയ ഒരു വാട്സപ്പ് സന്ദേശമാണ്. ആ സന്ദേശം വ്യാജമാണെന്നും അതിൻ്റെ യഥാർത്ഥ പ്രതികളെ പിടികൂടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് ലീഗ് SP ഓഫീസ് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതേസമയം CPMൻ്റെ മുൻ MLA KK ലതിക അടക്കമുള്ള ആൾക്കാർ ഇപ്പോഴും ഫേസ്ബുക്കിൽ അത് പ്രചരിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല അവരുടെ പ്രഭാഷണങ്ങളിലും നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. PK മുഹമ്മദ് കാസിം എന്ന് പറയുന്ന യൂത്ത് ലീഗ് പ്രവർത്തകൻ വടകര തിരുവള്ളൂർ സ്വദേശിയാണ്. ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് ആ വാട്സപ്പ് സന്ദേശം വന്നത്. ഇപ്പോൾ കാസിം നമ്മോടൊപ്പം ചേരുകയാണ്. കാസിം, ഈ ഒരു സാധനം പുറത്തു വന്നപ്പോൾ എന്താ ആദ്യം തോന്നിയത്? തോന്നാനൊന്നുമില്ല. നിലവിൽ നമ്മൾ അങ്ങനത്തെ ഒരു സാധനം എന്താക്കിയിട്ടില്ല. വർഗീയപരമായിട്ടുള്ളൊരു പോസ്റ്റ് എവിടെയും പോസ്റ്റ് ചെയ്തിട്ടില്ല. നിലവിൽ നമ്മൾ ചെയ്യാറുള്ള പോസ്റ്റുകൾ സാധാരണ വാട്സപ്പ് സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് വരുന്ന ഷാഫിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന മീഡിയ വിങ്ങിൻ്റെ സാധനങ്ങളാണ് നമ്മൾ പോസ്റ്റ് ചെയ്യാറ്. ആ രീതിയിലുള്ള പോസ്റ്റുകളാണ് ഈ സമയം വരെ ഇട്ട് വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തൻ്റേതല്ലെന്ന് മനസ്സിലായി. എന്നാലും കാണുന്നപ്പോൾ എന്തൊക്കെയാണ് പ്രശ്നം? അതിൽ രണ്ട് സംഗതികളാണുള്ളത്. നിലവിൽ എൻ്റെ FBയിൽ അതേ പേര് എടുത്തിട്ടാണ് അൾട്രയ്ക്ക് പേരിൽ A ആയിട്ടും ക്യാപിറ്റലും പിന്നെ സ്മോൾ ലെറ്റർ എന്താക്കിയിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നെ അറിയുന്ന ആളുകൾ എന്താക്കില്ല, ആ രീതിയിൽ തന്നെ PK മുഹമ്മദ് കാസിം എന്ന് സേവ് ചെയ്യില്ല. ഒന്ന് അത് തന്നെ. അതിൽ പിന്നെ ഈ ഇതിലുള്ളതെന്ന് വെച്ചാൽ നെടുമ്പ്രമണ്ണ യൂത്ത് ലീഗ് കമ്മിറ്റി എന്ന പേരിൽ ഒരു യൂത്ത് ലീഗിൻ്റെ വാട്സപ്പ് കൂട്ടായ്മ നിലവിൽ ആ പ്രദേശത്തില്ല. യൂത്ത് ലീഗ് നെടുമ്പ്രമണ്ണ എന്ന് പറയുന്ന എൻ്റെ പ്രദേശം കൂടിയല്ല. നിലവിൽ ഞാൻ തിരുവള്ളൂർ യൂണിറ്റ് കമ്മിറ്റിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാക്കിയിട്ടുണ്ട് വാട്സപ്പിലും എൻ്റെ പ്രൊഫൈൽ. അന്ന് ഞാൻ ഷാഫിയുടെ പ്രൊഫൈൽ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് എന്താക്കിയിട്ടുണ്ട് വാട്സപ്പിൽ ആ ദിവസത്തെ 25-ാം തീയതി നടന്നിരുന്നുള്ള ആ പ്രൊഫൈൽ ക്യാമ്പയിനിൽ പങ്കെടുത്തതിൻ്റെ ഭാഗമായിട്ട് പ്രൊഫൈൽ മാറിയിട്ടുണ്ട്. എൻ്റെ FBയിലുള്ള പ്രൊഫൈലാണ് എന്താക്കിയിട്ടുള്ളത് നിലവിൽ ഈ വ്യാജ നിർമ്മിതിക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് അന്ന് തന്നെ പരാതി കൊടുത്തിരുന്നു, വടകര പോലീസ് പരാതി കൊടുത്തിരുന്നു. പോലീസ് വിളിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ? നിലവിൽ SP ഓഫീസിൽ നിന്ന് കഴിഞ്ഞ ദിവസം വിളിപ്പിച്ചു. ഒരു 4 മണിക്കൂറോളം സമയമെടുത്തുകൊണ്ട് എൻ്റെ ഫോണടക്കമുള്ള മൊബൈൽ ഡാറ്റാസുകൾ പരിശോധിക്കുകയോ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഞാൻ കുറ്റക്കാരനല്ല എന്നുള്ള രീതിയിലുള്ള സംസാരം അവിടെ നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ രേഖാപരമായിട്ട് രേഖ തരുമോ എന്ന് ചോദിച്ചപ്പോൾ രേഖ തരാൻ സാധിക്കില്ല എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ആദ്യം വരുന്നത് അമ്പാടി മുക്കൽ സഖാക്കൾ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. പിന്നീട് KK ലതിക ഉൾപ്പെടെ പല ആൾക്കാരും പിന്നെ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ വിവരങ്ങളൊക്കെ പോലീസിന് കൊടുത്തിട്ടുണ്ടോ? അവർ ആ അന്വേഷണം ആ വഴിക്ക് പോയിട്ടുണ്ടോ? ഞാൻ ഇപ്പം നിലവിൽ പരാതി ആദ്യം തന്നെ കൊടുക്കുമ്പോൾ KK ലതികയുടെയും അമ്പാടി മുക്ക് സഖാക്കൾ എന്നുള്ള FB പേജിൻ്റെയും പ്രൊഫൈലടക്കം വെച്ചുകൊണ്ടാണ് പരാതി കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ URL ID നൽകണമെന്ന് പറഞ്ഞു. അപ്പോൾ URL ID നിലവിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഏകദേശം 19ഓളം ആളുകളാണ് ഇതിൻ്റെ അഡ്മിന്മാരായിട്ടുള്ളത്. അവരെ ഒരാളെ ചോദ്യം ചെയ്താൽ തന്നെ എന്താക്കും ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നിലവിൽ എന്താക്കിയിട്ടില്ല, പോലീസ് ആ സംവിധാനം ഉപയോഗപ്പെടുത്തിയിട്ടില്ല. പോലീസ് അന്വേഷിക്കുമ്പോൾ അന്വേഷണം തുടരുന്നു, മെറ്റയിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നൊക്കെ വിവരം തേടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇനി കാസിമൊക്കെ ഓൾറെഡി അതിപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാസിമിൻ്റെ തുടർ നീക്കങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പം 10 ദിവസത്തോളം പിന്നിട്ടിരിക്കുകയാണ്. തടസ്സങ്ങളാണ് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു വിധത്തിലും അവർ ഇതിനെ എന്താക്കിയില്ല, നമ്മൾ പരാതിയായിട്ട് സഹകരിക്കാനുണ്ടല്ല. എൻ്റെ പരാതി തന്നെ നിലവിൽ എന്താക്കിയിട്ടില്ല, അവർ എടുത്തിട്ടില്ല. നിലവിൽ യൂത്ത് ലീഗ് നെടുമ്പ്രമണ്ണ എന്ന പേരിൽ കൊടുത്ത പരാതിയിലാണ് എന്താക്കിയിട്ടുള്ളത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഞാൻ എന്താക്കിയിട്ടുണ്ട് കോടതിയായിട്ട് സമീപിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടത്തിൽ എന്തായിക്കൊണ്ടിരിക്കുകയാണ്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പ്രൈവറ്റ് പെറ്റീഷനും അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. തെളിയിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു 100%. കാരണം നമ്മൾ 100% പോലും നമ്മൾ ചെയ്യാത്തൊരു സാധനത്തിൻ്റെ മുകളിലാണ് നമ്മളെ പ്രൊഫൈൽ ഉപയോഗിച്ചുകൊണ്ട് പേര് ഉപയോഗിച്ചുകൊണ്ട് ഈ പരാമർശം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നെ അറിയാത്ത തിരുവള്ളൂരിനപ്പുറത്തേക്കുള്ള ആളുകൾ അതിനെ ചിലപ്പം മറിച്ച് വിശ്വസിച്ചേക്കാം. അപ്പോൾ അതിനെ തെളിയിക്കുക എന്നുള്ളത് എൻ്റെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിയമ പോരാട്ടം തുടരുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ ഒരു പ്രയോഗം തെരഞ്ഞെടുപ്പ് സമയത്താണ് വന്നെങ്കിൽ പോലും അതിനുശേഷവും ചർച്ചകൾ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ തൻ്റെ നിരപരാധിത്വം തെളിയിക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ ഇത് വ്യാജമാണെന്ന് തെളിയിക്കുക എന്നുള്ളതും ഒരു ബാധ്യതയെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ
നിയമ പോരാട്ടത്തിൽ ഈ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുക ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് മുഹമ്മദ് കാസിം. സഞ്ജു പറ്റമലപ്പം, മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്.